കളമൊന്ന് തെളിഞ്ഞത്, കളിയൊന്ന് കൊഴുത്തത് ഇപ്പോഴാണ്. പ്രഖ്യാപിക്കപ്പെട്ട കളിക്കാരുടെ കരുത്തുകൊണ്ട് കടുത്ത രാഷ്ട്രീയ പോരിനാകും കേരളം സാക്ഷ്യം വഹിക്കുക എന്നത് ഉറപ്പായിരുന്നുവെങ്കിലും ആകെ ഒരു ആലസ്യമുണ്ടായിരുന്നു. ഇപ്പോ സംഗതി കളറായിരിക്കുന്നു. പത്മജ വേണുഗോപാലിന്റെ കടന്നുവരവിലൂടെ BJP ലക്ഷ്യമിട്ടത് എന്തോ അതിന്റെ കടയ്ക്കൽ ചെക്ക് വെച്ച് കോൺഗ്രസിന്റെ മറുപടി, അതും രാത്രിക്കു രാത്രി. വടകരയിൽ നിന്ന് K മുരളീധരന്റെ ലാൻഡിംഗ്, വടകരയിൽ നിന്ന് പേടിച്ചോടിയെന്ന് CPM-ന്റെ പരിഹാസം പിന്നാലെ കോൺഗ്രസിന്റെ ചെക്കോ? മുരളീധരൻ എത്തുമ്പോൾ ശക്തനാര്? തൃശൂർ എടുക്കാൻ പാടുപെടുമോ? വടകരയിൽ പേടിച്ചോ പലായനം? തൊട്ടു മുൻപാണ് KC വേണുഗോപാൽ കേരളത്തിലെ അടക്കം സീറ്റുകളിൽ മത്സരിക്കുന്നതാര് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതും വിവരങ്ങൾ പുറത്തു വന്നതിനെയും ഒക്കെ സാധൂകരിക്കുന്ന ഒരു പട്ടിക തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. കോൺഗ്രസിൽ നിന്ന് ശ്രീ ജിനോ ജോൺ, BJP-യിൽ നിന്ന് ശ്രീ PR ശിവശങ്കർ, CPM-ൽ നിന്ന് M പ്രകാശൻ മാസ്റ്റർ. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. സാധാരണഗതിയിൽ കേരളത്തിൽ വ്യത്യസ്തമായ ചിത്രമാണ്. എന്നിരുന്നാലും ദേശീയ തലത്തിൽ മുഖാമുഖം നിൽക്കുന്ന പാർട്ടികൾ എന്ന നിലയ്ക്ക് രാഷ്ട്രീയത്തിൽ BJP പയറ്റുന്ന തന്ത്രങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് പലപ്പോഴും ഇനി എന്തു ചെയ്യേണ്ടു എന്നറിയാതെ നിൽക്കുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. കടന്നാക്രമിക്കാൻ കോൺഗ്രസ് എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് തങ്ങളുടെ വിജയത്തിന്റെ മുദ്രാവാക്യങ്ങളായി BJP മാറ്റുന്ന കാഴ്ച ഈ അടുത്തും നമ്മൾ കണ്ടു. പക്ഷേ കേരളം കളം വേറെയാണ്, ഇവിടെ കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയുന്നത് ഞങ്ങൾക്കാണ് എന്ന് കോൺഗ്രസ് തെളിയിക്കുന്നുണ്ടോ ഈ തൃശ്ശൂരിലെ തിരിച്ചടിയിലൂടെ എന്നുള്ളതാണ് ഒരു സംസാരം. നമുക്ക് BJP-യുടെ പ്രതിനിധിയിൽ തുടങ്ങാൻ തോന്നുന്നു. ശ്രീ ശിവശങ്കർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ ശിവശങ്കർ, പത്മജ വേണുഗോപാലിലൂടെ നിങ്ങൾ ലക്ഷ്യമിട്ടത് എന്താണോ? അതിന് കോൺഗ്രസ് ഒരു മറുതന്ത്രം പയറ്റിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് വെച്ചൊരു ചെക്കാണ് എന്ന് BJP വിലയിരുത്തുന്നുണ്ടോ? അതോ നിങ്ങളതിനെ ഒരു അമിതാത്മവിശ്വാസമെന്നോ ഒരു എടുത്തുചാട്ടമെന്നോ ഒക്കെയാണോ വിലയിരുത്തുന്നത്? എനിക്കതിനെ രണ്ട് രീതിയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുഖം എന്ന് പറയുന്നത് AK ആൻ്റണിയുടെയും അതുപോലെ തന്നെ കരുണാകരൻ്റെയും മുഖമാണ്. ഏതൊരു കോൺഗ്രസ്സുകാരനും, ഒരു 50 വയസ്സിന് താഴെയുള്ള ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ നോക്കുന്ന ഒരു സാധാരണ വ്യക്തികൾക്കും മനസ്സിലാവുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് AK ആൻ്റണിയോ കരുണാകരനായിരുന്നു ഒരു പരിധിവരെ കോൺഗ്രസ് എന്നുള്ള മുഖം. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ AK ആൻ്റണിയുമായിരുന്നു. ഇന്ന് നോക്കൂ, അവരുടെ രണ്ടുപേരുടെയും മക്കൾ ഇന്ന് BJP-യിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ പത്മജയാണെങ്കിലും അതുപോലെ തന്നെ അനിൽ ആൻ്റണിയൊക്കെ ആണെങ്കിലും ജനിച്ചു വളർന്നത് കോൺഗ്രസിൻ്റെ കൈപ്പത്തിയിലാണ്, അല്ലെങ്കിൽ ആ മടിത്തട്ടിലാണ്. അവരെ പോലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മറ്റുള്ളവർ വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യമുണ്ട്. രണ്ട്, നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തൃശ്ശൂരിൻ്റെ ഒരു ചരിത്രമുണ്ട്. തൃശ്ശൂരിൻ്റെ ചരിത്രം അത് സാക്ഷാൽ K കരുണാകരൻ 57-ലും അതുപോലെ തന്നെ 1996-ലും പാർലമെൻറ്റിലും തോറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ മുരളീധരനും തോറ്റിട്ടുണ്ട്, പത്മജയും തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് കരുണാകര കുടുംബത്തിൻ്റെ വാട്ടർലൂ ആവുമോ തൃശ്ശൂർ എന്നുള്ള ഒരു ചരിത്രപരമായ സംശയവും ഒരുപക്ഷെ സാധാരണ ജനങ്ങൾക്കുണ്ടാകാം. പക്ഷേ ഇതൊന്നുമല്ല, ഞാനിപ്പോൾ രാഷ്ട്രീയമായി ഇതൊന്നുമല്ല, ചരിത്രത്തിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ പുതിയ ജനറേഷൻ, പുതിയ കാര്യങ്ങൾ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളിലും കോൺഗ്രസിനെക്കാട്ടിലും പൊളിറ്റിക്കൽ ഡിസൈനിങ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിൽ BJP ഇന്ന് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയെക്കാളിലും മുന്നോട്ട് നിൽക്കുന്നു. ഇത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ഉണ്ടാക്കുമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യമൊക്കെ വിടും. ഒരുപക്ഷേ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓളം ഉണ്ടാക്കാൻ, തിരഞ്ഞെടുപ്പിനെ ഒരു ജനങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ, പ്രവർത്തകർക്ക് കൂടുതൽ ഊർജം നൽകുവാനുള്ള ഒരു തരംഗമുണ്ടാക്കുവാനുള്ള എല്ലാ മാന്ത്രിക ചെപ്പുകളും അല്ലെങ്കിൽ മാന്ത്രിക വിദ്യകളും BJP പുറത്തെടുത്തിട്ടുണ്ട്. ആ സ്ട്രാറ്റജി പൊളിഞ്ഞു പോയോ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. നമ്മൾ പറയില്ലേ, നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങൾ മരത്തിൽ കാണും എന്നൊക്കെ. ആ രീതിയിലുള്ള ഒരു തിരിച്ചടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയോ? ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഇത് തന്നെ ഞാൻ സത്യത്തിൽ അതൊരു വിജയമായാണ് കാണുന്നത്. കാരണം എല്ലാ MP-മാർക്കും സീറ്റ് കൊടുത്തു.
എന്തുകൊണ്ടാണ് ശ്രീ പ്രതാപന് സീറ്റ് കൊടുക്കാഞ്ഞത്? അപ്പോൾ പ്രതാപന് സീറ്റ് കൊടുക്കാഞ്ഞത് പ്രതാപനെക്കുറിച്ച് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് കോൺഗ്രസ് തന്നെ അംഗീകരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചോളം പ്രതാപനെ കൊണ്ട് ശ്രീ സുരേഷ് ഗോപിയെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കില്ല. സുരേഷ് ഗോപിയുടെ വിജയത്തെ തടയാൻ പോയിട്ട് അതിൻ്റെ മുൻപിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അദ്ദേഹം എവിടെയൊക്കെ പോയി എന്തൊക്കെ പോയുള്ള ചരിത്രം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ചരിത്രം ഇത്തരത്തിൽ പാർലമെൻറ്റിൽ ശ്രീ കെ മുരളീധരനെ കൊണ്ട് തടയുവാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ചരിത്രം മാറിയിരിക്കുന്നു. മുരളീധരൻ്റെ ഇമേജാണോ സുരേഷ് ഗോപിക്കുള്ളത്? സുരേഷ് ഗോപിയുടെ ഇമേജ് എന്ന് വെച്ചാൽ ഇന്ന് ഒരാൾ പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞു. അവിടുത്തെ സാധാരണ ജനങ്ങൾ, BJP-ക്കാർ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും അണികൾ പോലും അവരുടെ കുടുംബാംഗങ്ങൾ പോലും ഇന്ന് സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. അതല്ലേ സത്യം? അതുകൊണ്ട് ഭയന്നിട്ടല്ലേ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ, പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഭയന്ന് ഈ കോൺഗ്രസിന് സ്വന്തം സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടിയിരിക്കുന്നു. പോസ്റ്റർ പൊട്ടിച്ചാണല്ലോ ബാക്കി എല്ലാ MP-മാർക്കും സീറ്റ് കൊടുത്തല്ലോ. അപ്പോൾ ഭയന്നിരിക്കുന്നു കോൺഗ്രസ്. ഭയന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, തോൽവി തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സമ്മതിച്ചു കോൺഗ്രസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ജിൻഡോ ജോൺ, അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് തോൽവി സമ്മതിച്ചിരിക്കുന്നു. സുരേഷ് ഗോപി വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ ജയിച്ചിരിക്കുന്നു. TN പ്രതാപനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് കണ്ടിട്ടാണ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ സ്ഥാനാർത്ഥിയെ എന്നുള്ളതാണ് BJP-യുടെ അവരിനി മുന്നോട്ട് വെക്കാൻ പോകുന്ന വാദം. മാധു, സുരേഷ് ഗോപിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു നിരീക്ഷണം ശരിയാണ്. വോട്ട് എണ്ണുന്നതിന് മുമ്പ് അദ്ദേഹം ജയിക്കും എന്ന് അവർ അവകാശപ്പെടുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. വോട്ട് എണ്ണുന്നത് വരെ അദ്ദേഹത്തിന് ജയിച്ചു എന്ന് അവകാശപ്പെടട്ടെ. വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ നടന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ TM പ്രതാപന് സുരേഷ് ഗോപിയെ തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നാണ് BJP-യുടെ പ്രതിനിധി പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയെ വീട്ടിലിരുത്തിയ ആളുടെ പേര് TM പ്രതാപൻ എന്നാണ്. അപ്പോൾ TM പ്രതാപൻ 6 മാസങ്ങൾക്ക് മുമ്പ് AICC കത്ത് കൊടുത്തിട്ടുണ്ട്, എനിക്ക് മത്സരിക്കാൻ താല്പര്യക്കുറവുണ്ട്, ഞാൻ പാർലമെന്റ് ഇലക്ഷൻ മത്സരിക്കുന്നില്ല എന്ന് കത്ത് കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ TM പ്രതാപന്റെ കഴിവിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ ഡിബേറ്റ് ചെയ്യാം. ഇനി ഈ നരേന്ദ്രമോദി ഗുജറാത്തുകാരനായിട്ടുള്ള നരേന്ദ്രമോദി എന്തിനാ വാരാണസി പോയി മത്സരിക്കുന്നത്? അത് തോൽക്കുമെന്ന് പേടിച്ചിട്ടാണോ സംസ്ഥാനം മാറി മത്സരിക്കുന്നത്? അപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ മാക്സിമം സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കുക. എല്ലാ സീറ്റിലും UDF മത്സരിപ്പിക്കുന്ന മുഴുവൻ സീറ്റിലും സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ഞങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി. നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ നടപ്പാക്കിയോ? ഇപ്പൊ നിങ്ങൾ പത്മജയെ കൊണ്ടുപോയി, BDJS അതിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. BJP-ക്ക് അകത്ത് തന്നെ പൊട്ടിത്തെറി വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിക്കും അനിൽ ആന്റണിക്കും അല്ലെങ്കിൽ PC ജോർജിന് അല്ലെങ്കിൽ പത്മജയ്ക്കൊക്കെ അമിത പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപം BJP-ക്ക് അകത്താണ്. BJP-യുടെ ഒരു മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പത്തനംതിട്ട രാജിവെച്ചില്ലേ, അയാളെ പുറത്താക്കിയില്ലേ? അപ്പോൾ BJP-ക്ക് അകത്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി പൊട്ടിയതിന്റെ തെളിവുകൾ മുഴുവൻ വരുന്നത്. പിന്നെ സ്വന്തമായിട്ടൊരു ലെഗസിയും അവകാശപ്പെടാനില്ലാത്ത BJP-യുടെ നേതാക്കന്മാർ കേരളത്തിൽ അത്തരം ലെഗസിയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മക്കളെങ്കിലും ചാക്കിട്ട് പിടിച്ചുകൊണ്ട് ആ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുമോ എന്നുള്ള റിസർച്ചാണ് നടത്തുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല. പത്മജ പോയപ്പോൾ പത്മജയുടെ Facebook പേജ് കൈകാര്യം ചെയ്യുന്ന അഡ്മിനെ പോലും കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ തെളിവ് സഹിതമുണ്ടല്ലോ. അപ്പോൾ പത്മജ പോകുന്നതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവിരുദ്ധ തരംഗം അത് കൃത്യമായിട്ട് കോൺഗ്രസ് മുന്നിൽ ഉയർത്തി കാണിക്കും. ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ജനപക്ഷ നിലപാടെടുത്ത് കോൺഗ്രസ് ഈ ഇലക്ഷനെ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കോൺഗ്രസിന് തോക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ ആശങ്കപ്പെടുന്നത്? ഞങ്ങൾ കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നു, ഞങ്ങളുടെ സ്ട്രാറ്റജി ഞങ്ങൾ പറയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് നന്മ തരാൻ വേണ്ടിയിട്ടല്ലല്ലോ മത്സരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പൊളിറ്റിക്കലായിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് നിങ്ങൾ പറയൂ. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഒരു വലിയ മൂവ്മെന്റ് നടത്തി കേരളത്തെ ഞെട്ടിച്ചു എന്നുള്ളത് കൃത്യമാണ്. തൃശ്ശൂർ എന്നല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഈ സംഭവഗതികൾ മാറ്റിയിട്ടുമുണ്ട്. പക്ഷേ കേരളത്തിൽ പോലും തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി നിർണ്ണയിക്കുന്നത് BJP-ആണ്. ഞങ്ങൾ വെക്കുന്ന ചുവടിന് പിന്നാലെ ഓടാൻ നിങ്ങൾ തയ്യാറായേ മതിയാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയമെന്നാണ് BJP അവകാശപ്പെടുന്നത്. വടകരയിൽ നിന്ന് വരേണ്ടി വന്നില്ലേ രാത്രിക്ക് രാത്രി കോൺഗ്രസിന്റെ കരുത്തന്? അല്ലല്ല, അവർക്ക് അങ്ങനെ പല തെറ്റിദ്ധാരണയും ഉണ്ടാവും. ഇപ്പൊ നേമത്ത് അങ്ങനെ അവർ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നല്ലോ. നേമത്ത് എന്താ സംഭവിച്ചത്? BJP-യുടെ താമരയുടെ തണ്ടൊടിച്ച് കളഞ്ഞത് K മുരളീധരനാണ്. അപ്പൊ നിങ്ങൾക്ക് പല തെറ്റിദ്ധാരണയും BJP-ക്കാർക്ക് കേരളത്തിലുണ്ടാവും. ആ BJP-യുടെ അക്കൗണ്ട് തുറക്കാതിരിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. കോൺഗ്രസിനാണ് BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ചാമ്പ്യനാകാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ എപ്പാടും മുഴുവൻ സ്ഥലങ്ങളിലും BJP-ക്കെതിരെ നേരിട്ട് എതിർക്കാനുള്ള ആർജവും ശേഷിയുമുള്ളത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിക്കുന്ന സ്ട്രാറ്റജിക്ക് അനുസരിച്ചാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോകുന്നത്.
എത്രയോ ദിവസം മുമ്പാണ് CPM-ന്റെ LDF-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുപ്പ് മുഴുവൻ അവരുടെ കയ്യിലാണെന്നല്ലേ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ചിത്രം മുഴുവൻ മാറിയില്ലേ? കോൺഗ്രസ് ആണ് കേരളത്തിലെ, UDF ആണ് കേരളത്തിലെ ഇലക്ഷന്റെ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്. ഞങ്ങൾ തീരുമാനിക്കുന്ന ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ പുറകെയാണ് LDF-ഉം BJP-യും പുറകെ വരാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിരുന്നോ മാധവ്? നിങ്ങൾ മാധ്യമപ്രവർത്തകയല്ലേ? നിങ്ങൾ കാണൂ, വരുന്ന ദിവസങ്ങൾ കേരളത്തിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ അലയൊലികൾ നിങ്ങൾ കണ്ട് തീരുമാനിക്കൂ. ശരി, ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശ്രീ പ്രകാശ് മാസ്റ്റർ, അതായത് വടകര നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് KK ശൈലജ. കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയുമാണ് സിറ്റിംഗ് MP കൂടിയായ K മുരളീധരൻ. വടകരയിലാണ് പൊടി മാറുക എന്ന് വിചാരിച്ചിടത്താണ് തൃശ്ശൂരിൽ കളം ഇങ്ങനെ കൊഴുത്തു നിൽക്കുന്നത്. വടകരയിൽ നിന്ന് പേടിച്ചാണ് K മുരളീധരൻ തൃശ്ശൂരിന് പോയത് എന്നിന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. BJP-യുമായുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റിനാണ് K മുരളീധരൻ ഒരുങ്ങിയതെങ്കിൽ അങ്ങനെ ഒരു പരിഹാസത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം ഇന്ന് പരിശോധിക്കുന്ന ഒരാൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം വടകരയോ തൃശ്ശൂരോ അല്ല. യഥാർത്ഥത്തിൽ BJP-യും അതുപോലെ കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ സ്വീകരിക്കുന്ന സമീപനങ്ങളാണ്. ഇപ്പോൾ BJP നമ്മുടെ രാജ്യത്താകെ തന്നെ പാർലമെൻ്ററി ജനാധിപത്യത്തോട് എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുകയാണ്. അതിന് പൂർണ്ണമായിട്ടും വിധേയപ്പെടുന്നത് നമ്മുടെ രാജ്യത്തുള്ള കോൺഗ്രസ്സാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ആന്ധ്രാപ്രദേശ്, ഗോവ, മണിപ്പൂർ, പഴയ കർണാടക, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള 7 സംസ്ഥാനങ്ങളിൽ യഥാർത്ഥത്തിൽ ജയിച്ചത് കോൺഗ്രസ്സാണ്. പക്ഷെ അവിടെയെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP-യാണ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും 13 മുൻ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിലെ മുഖ്യമന്ത്രിമാർ, അവരിന്ന് BJP-യുടെ നേതാക്കന്മാരാണ്. 3 PCC അധ്യക്ഷന്മാർ, അവരിന്ന് BJP നേതാക്കന്മാരാണ്. 200-ലേറെ MP-മാരും MLA-മാരും കോൺഗ്രസിൻ്റെ ആളുകൾ ഇന്ന് BJP-ക്കാരാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ BJP വിഴുങ്ങുന്നു എന്നുള്ള നിലയാണല്ലോ ഇന്ത്യ രാജ്യത്താകെ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നത്. അത് ഒരു കാരണവശാലും സാധ്യമല്ലാത്തൊരു സ്റ്റേറ്റാണ് ഈ കേരളം എന്നുള്ള വീമ്പാണ് KPCC അധ്യക്ഷനും അതുപോലെ കേരളത്തിലെ കോൺഗ്രസും എല്ലാം ഇന്നലെ വരെ പറഞ്ഞു വന്നത്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ 2 നേതാക്കന്മാരുടെ അവരുടെ മക്കളെ BJP-യിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു. നിരവധി നേതാക്കന്മാരെ BJP-യിലേക്ക് കൊണ്ടുപോയി. BJP-ക്ക് കേരളത്തിൽ ഒന്നും ചെയ്യാനാവില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ എന്നിട്ട് പോലും BJP-ക്ക് ആളുകളെ കൊണ്ടുപോകാനാവുന്നു. നേരത്തെ 15% ഉണ്ടായിരുന്ന BJP-യുടെ വോട്ട് 12ആയി കുറയുന്ന കാഴ്ച നമ്മൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. BJP കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല എന്നുള്ളത് ആർക്കറിയാത്തത്. എന്നിട്ട് പോലും ആ BJP-ക്ക് സാമദാന ഭേദ തെണ്ണമുറകൾ ഉപയോഗിച്ച് കോൺഗ്രസിനെ നേതാക്കന്മാരെ റാഞ്ചാനാവുന്നു. ഇതല്ലേ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. വടകരയിലെ ഏതോരോ മണ്ഡലത്തിലും ആര് ജയിക്കും, ആരുടെ പേരിലാണ് മുൻകൈ എന്നെല്ലാമുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളും വന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്ന് ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കേരളത്തിൽ ഇന്ന് നിലവിൽ 18 MP-മാരുള്ള UDF, ആ UDF-ന് അതിനെ നയിക്കുന്ന കോൺഗ്രസിന് ഒരു പാർട്ടിയായി നിൽക്കാൻ വേണ്ടി കഴിയുമോ എന്ന കാര്യം തന്നെ സംശയത്തിലാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരസ്യമാതിലൊക്കെ പറഞ്ഞു, ഒരുപാട് ആളുകൾക്ക് വില ഉറപ്പിച്ചിരിക്കുന്നു. മറ്റു കുറേ കോൺഗ്രസ് നേതാക്കന്മാർ വില പേശലാണ്. ഇങ്ങനെയൊരു നിലയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും കോൺഗ്രസിന് കഴിയുമോ എന്ന ആശങ്കയാണല്ലോ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ആളുകളെല്ലാം തന്നെ പങ്കിടുന്നത്. ആ സമയത്ത് കോൺഗ്രസിന്റെ ആൾ വന്നിട്ട് ഞങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചിരിക്കുന്നു, ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത് ഞങ്ങളുടെ സ്ട്രാറ്റജിയാണ് എന്നെല്ലാം തുടങ്ങിയാൽ കഷ്ടം എന്നല്ലാതെ പറയുക പറയുക. പിന്നെ 20-ൽ 1 സീറ്റ് പോലും ജയിക്കില്ലെന്ന് ഉറപ്പുള്ള BJP, അവരാണ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ സ്ട്രാറ്റജി നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിന് ABCD അറിയാത്ത ആളുകളെ വിശ്വസിപ്പിക്കാനും അങ്കലാപ്പിലാക്കാനും കഴിയുമെന്നല്ലാതെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന ആർക്കും തന്നെ അതിനകത്ത് ഒരങ്കലാപ്പും ഉണ്ടാവില്ല. BJP-ക്ക് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു സ്ട്രാറ്റജി നിശ്ചയിക്കാനാവില്ല. ഇവിടെ കോൺഗ്രസിന്റെ അവരുടെ തകർച്ചയുടെ ഒരു സ്ട്രാറ്റജി നിർണ്ണയിക്കാൻ അവർക്കാവുന്നു. എന്നതിനപ്പുറമൊന്നും ഇന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊന്നും തന്നെ കാണാനില്ല എന്നുള്ളതാണ് ആ കാര്യം സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ പി ആർ ശിവശങ്കർ, 20 സീറ്റിൽ 1 സീറ്റ് പോലും ജയിക്കാൻ കഴിയാത്ത നിങ്ങളാണ് കേരളത്തിലെ ഇലക്ഷൻ സ്ട്രാറ്റജി നിർണ്ണയിക്കുന്നത് എന്ന അവകാശവാദത്തെ CPM പരിഹസിക്കുന്നതാണ് അങ്ങ് കേട്ടത്. ആ ചീത്തപ്പേര് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ നിന്നാണ് നിങ്ങൾ പത്മജയെ നിങ്ങളുടെ കളത്തിലേക്ക് നടത്തിക്കൊണ്ടുവന്നത്. ശരിയാണ്, തൃശ്ശൂരിൽ കെ കരുണാകരന് എന്നോട് ചായ്വുള്ള കുറച്ച് വോട്ടുകളുണ്ട്. നിങ്ങൾ തീർച്ചയായും ഒരു 10 വേദിയിൽ വന്ന് പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ കുറ്റം പറയുമ്പോൾ പ്രസംഗിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് വോട്ടുകൾ
സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകൾ. അതിനാണ് നേരത്തെ ജിൻഡോ പറഞ്ഞത് സ്വന്തം അഡ്മിനെ പോലും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന്. എന്നിരുന്നാലും രാഷ്ട്രീയമായി നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാൻ കഴിയുന്നതാണ്. അവിടേക്കാണ് കെ മുരളീധരൻ വരുന്നത്. കെ കരുണാകരന്റെ രാഷ്ട്രീയമായ പിന്മുറക്കാരൻ, എല്ലാം കൊണ്ടും ലീഡറെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഒരു വലിയ ക്രൗഡ് പുള്ളർ. കെ കരുണാകരൻ വരുമ്പോൾ നിങ്ങൾ പത്മജയെ കൊണ്ടുപോകുന്ന രാഷ്ട്രീയ ലക്ഷ്യം അസാധുവായി പോവുകയല്ലേ? അങ്ങനെ ആലോചിക്കണ്ട മാധു. അത് ഒരു തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഓരോ വോട്ടുകളും സ്വാധീനിക്കപ്പെടും, അല്ലെങ്കിൽ കൗണ്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് എതിരാളികളുടെ ഓരോ വോട്ടിനെയും പൂർണ്ണമായി എങ്ങനെ അത് സ്വാധീനിക്കാം എന്ന് ഏത് രാഷ്ട്രീയക്കാരനും നിശ്ചയിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ആരാണോ ഞങ്ങളുടെ കൂടെ നിൽക്കുവാൻ സാധ്യതയുള്ളത്, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായും ഞങ്ങളുടെ ഞങ്ങളുടെ ആദർശവുമായും യോജിക്കുന്നത്, അത്തരത്തിലുള്ള ആൾക്കാരെ ഞങ്ങൾ കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് എന്താണ് കുഴപ്പം? പ്രധാനപ്പെട്ടത് ഇത്രയേറെ അവകാശപ്പെടാനില്ല, നിങ്ങൾക്ക് സ്വന്തമായി മുന്നോട്ട് വെക്കാൻ മുഖങ്ങളില്ല. നിങ്ങൾ എവിടെ നിന്നെങ്കിലും ചാടാൻ തയ്യാറായ കുറച്ച് ആളുകളെ കേന്ദ്രമന്ത്രി സ്ഥാനമോ ബോർഡ് ചെയർപേഴ്സൺ സ്ഥാനമോ ഒക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട്, അതായത് സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്ത് കൂട്ടിക്കൊണ്ടുവരികയാണ്. നിങ്ങളുടെ പ്രവർത്തകരോടും നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച നേതാക്കളോടും പോലുമുള്ള ഒരു അവകാശ ലംഘനം കൂടിയാണ് അത്. ഒന്ന്, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് ആത്യന്തികമായ ലക്ഷ്യമാണെന്നും ജീവിത അഭിലാഷമാണെന്നും വിശ്വസിക്കുന്ന BJP നേതാക്കളുടെ എണ്ണം കുറവായിരിക്കും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക, തിരഞ്ഞെടുപ്പ് വന്നാൽ പാർലമെൻ്ററി പാർട്ടി വ്യാമോഹമൊക്കെ ആവാം, പക്ഷേ അതാണ് ജീവിത അഭിലാഷം, ജീവിത ലക്ഷ്യം. തിരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് ജനങ്ങളെ സേവിച്ച് അടങ്ങൂ എന്നുള്ള വാശിയാണ് രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട നേട്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ശ്രീ മുരളീധരനെ പോലെ യൂണിവേഴ്സൽ കാൻഡിഡേറ്റ് എവിടെ പ്രഖ്യാപിച്ചാലും ഓടിപ്പോവും, എവിടെ പ്രഖ്യാപിച്ചാലും വലിയ സ്ഥാനാർത്ഥിയാണെന്ന് പറയും. എന്നിട്ട് KPCC പ്രസിഡന്റായി രാജിവെച്ച് ഭരണത്തിലിരുന്ന് മന്ത്രിയായിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അത് വടക്കാഞ്ചേരിയിൽ തോറ്റ ചരിത്രവും ഈ മനുഷ്യനുണ്ട്. വേറെ ഇപ്പോഴും അവിടെ പോയി തോറ്റിട്ടുണ്ട്. അപ്പോൾ തോറ്റ ചരിത്രം ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ സ്ഥാനാർത്ഥി. തൃശ്ശൂരും തോറ്റിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അടുത്ത കാര്യം പറയാം. ഇപ്പൊ ലെഗസിയുടെ കാര്യം, ചരിത്രപരമായി ലെഗസിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ വട്ടിയൂർക്കാവിലാണെങ്കിലും നേമത്താണെങ്കിലും വടകരയിലുമാണെങ്കിലും ഒക്കെ അങ്ങ് പറഞ്ഞ പോലെ കരുത്തനായ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ എവിടെ നിർത്തിയാലും ജയിക്കാൻ എനിക്കറിയാമെന്നൊരു തുറന്ന പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ കെ മുരളീധരൻ. ജയിച്ചിട്ടില്ലല്ലോ. അല്ലെ, ഞാൻ ആ മുരളീധരൻ അല്ല ഈ മുരളീധരൻ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. സമീപകാല ചരിത്രമാണ് പറഞ്ഞത്. അല്ല, സമീപകാല ചരിത്രം സുരേഷ് ഗോപിയുടെ നോക്കൂ. തന്നെ തോൽപ്പിച്ചിട്ട് പോലും തൃശ്ശൂരിൽ നിന്നുകൊണ്ട് ജയിച്ച MP-യേക്കാൾ കൂടുതൽ മഹത്തരമായ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തം കയ്യിലെ പണമെടുത്തൊക്കെ ചെയ്ത ഒരു നേതാവിനെ കുറിച്ചും ഞങ്ങൾക്കും പറയാനുണ്ട് ധാരാളം കഥകൾ. ഞങ്ങൾക്കല്ല, അവിടുത്തെ ഓരോ പ്രവർത്തകരും ഓരോ അവിടുത്തെ വോട്ടർമാർക്കും കഥകളുണ്ട്. അവരോട് മാറോട് ചേർത്ത് നിർത്തിയാണ് ആ കാൻഡിഡേറ്റിനെ വെച്ചേക്കുന്നത്. ഒരു സംശയവുമില്ല. അവിടുത്തെ തിരഞ്ഞെടുപ്പിലെ ഓരോരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അറിയാം, അവിടുത്തെ വീഡിയോ കാണുമ്പോൾ അറിയാം, അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള ആരാധനയും ബഹുമാനവും സ്നേഹവും എല്ലാം നമുക്കെല്ലാം മനസ്സിലാക്കുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ പുതിയൊരു രീതിയാണല്ലോ ഫാമിലി ട്രീ തപ്പിപ്പോകുന്നത്. ഫാമിലി ട്രീ, അതുകൊണ്ട് അതേപോലൊരു ഫാമിലി ട്രീ തപ്പിയ പോലെ കോൺഗ്രസിൻ്റെ ഒരു ട്രീ തപ്പി നോക്ക്, ഫാമിലി ട്രീ തപ്പി നോക്ക്. യഥാർത്ഥത്തിലെ ഒറിജിനൽ കോൺഗ്രസ് മാധവൊക്കെ ജനിക്കണം നിജലിംഗപ്പയുടെ പാർട്ടിയായിരുന്നല്ലോ. നിജലിംഗപ്പയായിരുന്നു ഒറിജിനൽ കോൺഗ്രസ്. ഇന്ദിരാഗാന്ധി മാറിയിട്ടാണ് ഇന്ദിര 6 ഉണ്ടാക്കിയതും ഒറിജിനൽ കോൺഗ്രസ് അന്ന് നിജലിംഗപ്പയായിരുന്നു. നിജലിംഗ കോൺഗ്രസ് ജനതാ പാർട്ടിയായി, ജനതാ പാർട്ടി BJP ആയി, മറ്റവരും കൂടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിയും അതുപോലെ തന്നെ മറ്റുള്ള സഖ്യകക്ഷികളും BJP ലയിക്കുകയും ചെയ്തു. അപ്പോൾ ലെഗസി നോക്കിയാൽ ഒറിജിനൽ കോൺഗ്രസ് BJP ആണ്. ഇപ്പോൾ ഒറിജിനൽ കോൺഗ്രസ് BJP ആണ്. അപ്പോൾ ഈ ലെഗസി ഫാമിലി ട്രീ നോക്കിപ്പോയ ഒരുപക്ഷെ നല്ല ആളുകളായിരിക്കാം BJP-യിലേക്ക് വരുന്നതെന്നുള്ള മറ്റൊരു വാദവുമുണ്ട്. ഞാനൊരു തമാശയ്ക്ക് അവതരിപ്പിച്ചാണ്. സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഓഫ് ഷൂട്ടാണ്. ഇത് ഒരു ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും കുടുംബത്തിൻ്റെ മഹിമ പറഞ്ഞു മാത്രം നിൽക്കുന്ന കുടുംബത്തിൻ്റെ പാർട്ടി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അവരുടെ കുടുംബത്തിലെ ഓരോരോ അടുത്ത കുടുംബത്തിലെ അടുത്ത ഇത് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത തലമുറ വരുമ്പോൾ അവർക്ക് ജയ് വിളിക്കുവാനുള്ള അവകാശം മാത്രം.
തിരഞ്ഞെടുപ്പിൽ ഏത് പോസ്റ്റ് എവിടെ നിൽക്കണമെന്ന് ആ കുടുംബത്തിലെ ആൾക്കാർ നിശ്ചയിക്കുന്ന പാർട്ടി. ആ പാർട്ടിയെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് ഇത് ഇത്ര വലിയൊരു പാർട്ടിയാണ്, അത് ജനാധിപത്യത്തിൽ ഞങ്ങളെയൊക്കെ രക്ഷിക്കും. എന്നിട്ട് BJPക്കാർക്ക് വലിയ പ്രശ്നമാണ്, ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടെന്ന്. ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ നിൽക്കണമെങ്കിൽ നിൽക്കാറിയാം. ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളെല്ലാം 10-40 വർഷം മുമ്പ് BJP ചേർന്നത്. ഒരു സംശയവുമില്ല. തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതല്ല ആത്യന്തികമായി രാഷ്ട്രീയ ലക്ഷ്യം. അതൊരു നേട്ടം മാത്രമാണ്. അത് പുതിയ ആൾക്കാർ വന്നാൽ അവർക്കും കൊടുക്കും. പിന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള കാര്യം പറയുമ്പോൾ ഉണ്ണിത്താനൊക്കെ ഈ നേതാവിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയും കൂടി ചിലപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ പുറത്തേക്ക് ഇടേണ്ടി വരും. എന്തൊക്കെ കഥകളാണെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് കാണാം. അത് കാരണം തിരഞ്ഞെടുപ്പിൽ ഓരോരോ കാര്യങ്ങളിൽ എന്തൊക്കെ നേടേണ്ടി വരും, അല്ലെങ്കിൽ എന്തൊക്കെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വെക്കേണ്ടി വരും എന്നുള്ളത് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. അപ്പോൾ ആര് ജയിച്ചോട്ടെ, ഇപ്പോൾ CPM-ന്റെ ആൾക്കാരും ജയിക്കും. ഞാൻ പ്രകാശം മാസ്റ്റർ പറഞ്ഞിരുന്നു CPM ഒരൊറ്റ കാര്യം കൂടി ഞാനൊരു ഉത്തരം അല്ലല്ല ഒരു മിനിറ്റ് കൂടി ഒറ്റ മിനിറ്റ് മധു, ഞാൻ കോൺഗ്രസിനെ മാത്രം കുറ്റം പറഞ്ഞു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ എൻ്റെ പ്രകാശം മാഷെ, എടുക്കാൻ കൊള്ളാവുന്ന നേതാക്കൾ ആരെങ്കിലും CPM-ൽ വേണ്ടേ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പറ, ഏത് സംസ്ഥാനത്തിൽ നിന്ന് ആരെടുക്കണം നിങ്ങൾ പറ. ഞാൻ അടുത്ത ഒരു 10 ദിവസം എടുക്കാം. ആരെങ്കിലും ഉണ്ടോ പറയാം? നിങ്ങൾക്ക് പേര് പറയാൻ പറ്റുമോ? ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും സംസ്ഥാന സെക്രട്ടറിയുടെ പേര് പ്രകാശം മാർക്ക് ഇപ്പോൾ നെറ്റിൽ നോക്കാണ്ട് പറയാൻ പറ്റുമോ? മൊബൈൽ നോക്കാണ്ട് പറയാൻ പറ്റുമോ? ത്രിപുരയിലുള്ള MLA-മാരടക്കം ഞങ്ങൾ മഹോബാർ അലി BJP-യിലേക്ക് കഴിഞ്ഞ വർഷം ചേർന്നു. MLA-മാരടക്കം ത്രിപുരയിലാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അവസാനം ഇവിടെ ബംഗാളിലും ചേർന്നിട്ടുണ്ട് ഒരു 15 പേര്. ഞാൻ ലിസ്റ്റ് കേൾപ്പിച്ചു തരാം. അപ്പൊ പറഞ്ഞാൽ അറിയാവുന്ന, പിന്തുണയുള്ള, പേരുള്ള ആരെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വേണ്ട, എന്നിട്ട് വേണ്ട എടുക്കാൻ. റോട്ടി കിടക്കണം എടുക്കാൻ പറ്റുമോ? അപ്പൊ CPM പിന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെ CPM-ൽ MLA തന്നെയാണ് ആദ്യം ഞങ്ങളുടെ കൂടെ BJP-യിൽ വന്നത്. അൽഫോൺസ് കണ്ണന്താനം നിങ്ങളുടെ MLA ആയിരുന്നു, ഒരു സംശയമില്ല. അപ്പൊ CPM വന്നിട്ടുണ്ട്. തള്ളി പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നത് എന്നുള്ളതൊക്കെ പുതിയ രാഷ്ട്രീയ വിശദീകരണങ്ങളാണ്. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ശരി, ശ്രീ ജിൻഡോ ജോൺ, അങ്ങേക്ക് പ്രതികരിക്കാൻ ഏറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, കരുത്തൻ എന്ന് പറയുന്ന വിശദീകരണം K മുരളീധരൻ കോൺഗ്രസ് തന്നെ നൽകിയതാണ്. വടകരയിൽ കരുത്തൻ വരും എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്. അപ്പോൾ ആ കരുത്തിനെ സുരേഷ് ഗോപിയുടെ കാരുണ്യ മുഖം കൊണ്ട് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ ആത്മവിശ്വാസം. പിന്നെ ഇതിനു മുമ്പും ഞാൻ ഈ ചർച്ചയിൽ തന്നെ, അതായത് നമ്മുടെ ഈ സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ തന്നെ BJP-യുടെ വാദം കേട്ടിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഭാഗമായിരുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ BJP-യാണ്. കോൺഗ്രസിന് ആ ലെഗസി പറയാൻ ഒരു അവകാശവുമില്ല എന്നുള്ള BJP-യുടെ ഒരു വാദഗതി എന്ന് പറയുന്നത്. നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി പ്രതാപൻ ചുവരെഴുത്ത് തുടങ്ങിയിരുന്നു. ഇന്ന് പക്ഷെ അദ്ദേഹം വളരെ മനോഹരമായി അതിനോട് താതാത്മ്യപ്പെടുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ മാറ്റിയതിനു ശേഷം കോൺഗ്രസിൽ വരുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചുവരെഴുതുന്ന പഴയ MP എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിൽ വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. പ്രതാപൻ അത് അമ്പരപ്പിച്ചിരിക്കുന്നു കേരള രാഷ്ട്രീയത്തെ. സാധാരണ മുറുമുറുപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ, ഹൈക്കമാൻഡ് ഇടപെടുന്ന ചർച്ചകളൊക്കെയാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത്. അതിനൊക്കെ അപ്പുറത്ത് പ്രതാപത്തോടെ വരുന്നു. തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളി വരുന്ന കൊമ്പന്റെ പരിവേഷത്തോടുകൂടി K മുരളീധരൻ വരുന്നു എന്നൊക്കെ പ്രതാപൻ പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസിന് അണികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. എന്നാലും നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് BJP-യുടെ വലിയ വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് സുനിൽകുമാറിന്റെ വെല്ലുവിളിയാണ്. ഒരു പക്ഷേ K മുരളീധരൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു? തീർച്ചയായിട്ടും മധു, K മുരളീധരൻ വരുന്നതോടുകൂടി തൃശ്ശൂരിൻ്റെ അങ്കത്തട്ട് കുറെ കൂടി ഉണരും. യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പൂരം കാണാൻ പോവുക. BJP-യുടെ വെല്ലുവിളിയും CPM-ൻ്റെയും LDF-ൻ്റെയും വെല്ലുവിളിയൊക്കെ കാണുമ്പോൾ K മുരളീധരൻ എന്ന് പറഞ്ഞ പടപ്പുറപ്പാടിന് നേതാവായിട്ടുള്ള കരുത്തനായിട്ടുള്ള നേതാവിൻ്റെ ശംഖുനാഥം അവിടെ കേൾക്കും, ചിന്നംവിളി അവിടെ കേൾക്കും. തൃശ്ശൂർ പൂരത്തേക്കാൾ വലിയ തെരഞ്ഞെടുപ്പ് പൂരം ഞങ്ങളവിടെ കാഴ്ചവെക്കാൻ പോവുക. ഇപ്പോൾ കരുണാകരൻ്റെ മകളെ BJP-യിലേക്ക് കൊണ്ടുപോയപ്പോൾ രഹസ്യ എന്നൊക്കെ പറയുന്ന ആളുകൾ ആദ്യം കരുണാകരനോട് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിച്ച് വഴിയിൽ തടഞ്ഞ് ഉടുമുണ്ട് പറിക്കാൻ നോക്കിയ ആ ആക്ഷേപത്തിനുള്ള മാപ്പെങ്കിലും പറഞ്ഞിട്ട് വേണം പത്മജ വേണുഗോപാലിനെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു കയറ്റാനായിട്ട്. ഇനി നിങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും പത്തനംതിട്ടയിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ BJP-ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ചോരെഴുതുകയും പ്രയാസപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വലിയ കഥയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ BJP-ക്കാരായിരുന്നില്ല, വന്ന് കയറി വരെ നിങ്ങൾ ഇരുത്തി സീറ്റ് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിനെ ചൊല്ലിയാണ് പത്തനംതിട്ടയിൽ പാർട്ടിയുടെ മോർച്ചയുടെ നേതാവ് ജില്ലാ പ്രസിഡന്റൊക്കെ
പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾ യൂണിവേഴ്സൽ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് കെ മുരളീധരനെ ആക്ഷേപിക്കുന്നു. അദ്ദേഹം ഒരു യൂണിവേഴ്സൽ കാൻഡിഡേറ്റ് തന്നെയാണ്. കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തുറ്റ നേതാവ് തന്നെയാണ്. എല്ലാ മണ്ഡലത്തിലും ഒരേപോലെ മത്സരിപ്പിക്കാൻ മത്സരശേഷിയുള്ള ഒരു നേതാവാണ്. ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. അദ്ദേഹം തോറ്റിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം അട്ടിമറി വിജയങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കും കുറെ കാലം മുമ്പ് ഒരു യൂണിവേഴ്സൽ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നല്ലോ, ഒ രാജഗോപാൽ. അദ്ദേഹം ഒരിക്കൽ ജയിച്ചിട്ടുണ്ടല്ലോ നേമത്ത്. അദ്ദേഹത്തെ വീട്ടിൽ കയറ്റിയിരുത്തിയതാരാ? ഈ കെ മുരളീധരനാണ്. കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമാണ്. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെമ്പാട് ഓടി നടന്ന് മത്സരിച്ചിട്ടുണ്ടല്ലോ. ശോഭാ സുരേന്ദ്രൻ എത്ര മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്? MT രമേശ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എത്ര മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്? BJPയുടെ നേതാക്കന്മാരൊക്കെ കേരളം എമ്പാട് ഓടി നടന്ന് മത്സരിച്ചിട്ടില്ലേ? അപ്പൊ തോക്കുന്നതിന്റെ പേരിൽ ആക്ഷേപിക്കാനാണെങ്കിൽ ആദ്യം നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ടൊന്ന് ആക്ഷേപിക്കണം. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന് പോലും യൂണിവേഴ്സൽ കാൻഡിഡേറ്റ് എന്നുള്ള പദവി വേണമെങ്കിൽ ചാർത്തി കൊടുക്കാവുന്നതാണ്, അങ്ങനെ ഒരു അർത്ഥത്തിൽ നിങ്ങൾ കാണുന്നെങ്കിൽ. ഇനി അടുത്തത്, ഒറിജിനൽ കോൺഗ്രസിന്റെ ലെഗസി നിങ്ങൾ അവകാശപ്പെടുന്നു. നാളെ നിങ്ങൾ നെഹ്റുവും ഗാന്ധിജിയും പട്ടേലും സുഭാഷ് ചന്ദ്രബോസും അടക്കമുള്ള മുഴുവൻ ആളുകളും BJPക്കാരായിരുന്നു, RSSകാരായിരുന്നു എന്നുകൂടി ഞങ്ങൾ കേൾക്കേണ്ട ഗതികേട് വരും. കാരണം നിങ്ങളുടെയൊക്കെ ഡാറ്റ, നിങ്ങളുടെയൊക്കെ ആധികാരിക രേഖ എന്ന് പറഞ്ഞാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് അതിനൊന്നും പുറകെ നിൽക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും 142 കോടി ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ, നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ നേതാക്കന്മാരുടെ മക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുപോയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ സാധാരണപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി മാധു ചോദിച്ച ചോദ്യമുണ്ട്, ഈ ചുവരെഴുത്തിനെ കുറിച്ചിട്ട്. പ്രതാപൻ തന്നെ 6 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് താല്പര്യമില്ല, നിയമസഭയിലാണ് കുറച്ചുകൂടി താല്പര്യം, കുറച്ചുകൂടി കംഫർട്ടബിൾ എന്ന് അദ്ദേഹം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മടിയുമില്ലാതെ, അദ്ദേഹമല്ല ചുമരെഴുതിയത്, അദ്ദേഹത്തോടുള്ള ആവേശത്തോടുകൂടി അവിടുത്തെ പാർട്ടി പ്രവർത്തകർ ചുമരെഴുതിയതാണ്, അദ്ദേഹത്തിന്റെ അറിവോടും സമ്മതത്തോടുമല്ല. അങ്ങനെയാണെങ്കിൽ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPMന്റെ നേതാവായിട്ടുള്ള അരുൺകുമാറിന് വേണ്ടിയിട്ട് പാർട്ടി പ്രവർത്തകർ ചുമരെഴുതിയല്ലോ. അരുൺകുമാർ നേരിട്ട് നിന്നാണ് മാറ്റി എഴുതിച്ചത്. അത് കേരളത്തിൽ ആവേശഭരിതരായിട്ടുള്ള പ്രവർത്തകർ പലരും അങ്ങനെ ചുമരെഴുതും, അത് മാറ്റി എഴുതും. ഹൈക്കമാൻഡ് പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ചുമരെഴുതാൻ ആദ്യം മുന്നിട്ടിറങ്ങുന്നത് നിലവിലെ MP ആയിട്ടുള്ള പ്രതാപനാണ്. കോൺഗ്രസിന്റെ കറതീർന്ന നേതാവായിട്ട് പ്രതാപൻ ഈ മുരളീധരന് വേണ്ടിയിട്ട് അവിടെ ഹൈക്കമാൻഡ് ഒഫീഷ്യലായ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം നടത്തിയത്. അതിനു മുമ്പ് TM പ്രതാപൻ പട്ടിക എഴുതിയല്ലോ, ചുവരെഴുതിയല്ലോ. അപ്പൊ അത് നേരത്തെ എഴുതിയത് പോലെ തന്നെയുള്ള ഒരു എഴുത്താണ്. അങ്ങനെ സാങ്കേതികമായി പറഞ്ഞു പോകാൻ കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. മറ്റൊന്ന്, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെ പരിഹസിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലിൻ കഷ്ണം എറിഞ്ഞു കൊടുത്താൽ ഓടുന്ന സൈസ് ജീവികളാണ് കോൺഗ്രസിലുള്ളത്, ജയിച്ചാൽ കോൺഗ്രസ് ആയി നിൽക്കുമെന്ന് എന്താണ് ഗ്യാരണ്ടി എന്നാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു ചർച്ചയിലാണ് പറഞ്ഞത്. തോമസ് ഐസക് പ്രചാരണം തുടങ്ങിയ ദിവസം എഴുതിയത് BJPയുടെ ഗ്യാരണ്ടി കോൺഗ്രസ് ആണ് എന്നാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ തന്നെ ജയിച്ചാൽ നേതാക്കൾ ഉണ്ടാകും എന്ന് കേരളത്തോട് പറയാനുള്ള ഗ്യാരണ്ടി എന്ന് ചോദിക്കുന്ന CPM ആണ്, BJP അല്ല. അല്ല, CPM തന്നെ അത് ചോദിക്കണം മാധു. ഞാൻ അതിലേക്ക് വരാനിരിക്കുകയായിരുന്നു. CPMനെ പരാമർശിക്കാതെ പോകാൻ പാടില്ലല്ലോ. അവർ തന്നെ അത് ചോദിക്കണം. കോൺഗ്രസിൽ നിന്ന് ജയിച്ച MPമാരോ MLAമാരോ എത്ര മുന്തിയ നേതാക്കന്മാരുടെ മക്കളോ പോയാലും ഇന്ത്യയിലെ മുഴുവൻ ബൂത്തിലും BJPക്കെതിരെ, സംഘപരിവാറിനെതിരെ അണമുറിയാത്ത പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. ഇനി CPM ഗ്യാരണ്ടി പറയുന്നുണ്ടല്ലോ. CPMന്റെ പ്രകാശം മാസ്റ്റർ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞില്ലേ, CPM അതായത് കോൺഗ്രസിനെ മുഴുവനായിട്ട് BJP വിഴുങ്ങിയെന്ന്. ബംഗാളിലെ CPMനെ, ത്രിപുരയിലെ CPMനെ, ഇന്ത്യ ഒട്ടാകുമുള്ള CPMനെ മുഴുവനായിട്ടും വിഴുങ്ങിയ പാർട്ടിയുടെ പേരാ BJP. നിങ്ങൾക്കൊരു പ്രതിഷേധമില്ലേ? അല്പം മുമ്പല്ലേ ഈ BJPയുടെ പ്രതിനിധി അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബംഗാളിൽ CPM 35 കൊല്ലം ഭരിച്ച പാർട്ടിയാ. അവിടുത്തെ CPMകാരൊക്കെ ഇന്ന് എവിടെയാ? പാർട്ടി ഓഫീസ് ഉൾപ്പെടെ BJPയിലേക്ക് പോയി. അത് കഴിഞ്ഞ് UPയിൽ നിങ്ങൾക്ക് 44 MLAമാരും MPമാരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് എവിടെയാ? ഏത് പാർട്ടിക്കാരാണെന്നും കൂടി പ്രകാശ് മാസ്റ്റർ പറയണം. പഞ്ചാബിൽ 18 MLAമാരും 2 MPമാരും CPMനുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് ഏത് പാർട്ടിയിലാണെന്ന് പറയണം. ബീഹാറിലും ആന്ധ്രയിലും ഏറ്റവും വലിയ പ്രതിപക്ഷം CPM ആയിരുന്നു ഒരു കാലത്ത്. അവരൊക്കെ ഇന്ന് ഏത് പാർട്ടിയിലാണെന്ന് നിങ്ങൾ പറയണ്ടേ? മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ചരിത്രമൊന്നും ഞാൻ പറയണ്ട. ഇനി ബംഗാളിൽ തന്നെ 100 കണക്കിന് നേതാക്കന്മാരും MPമാരും MLAമാരും MLA ആയിരിക്കുമ്പോൾ അത് രാജിവെക്കാതെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് MP ആയിട്ട് മത്സരിച്ച ഗഗൻ മുർമു അടക്കം 100 കണക്കിന് മുൻ MLAമാരും MPമാരും CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി രാജ്യസഭ MPമാരും മുതൽ ഈ BJP ചേക്കേറിയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്നും കണ്ടില്ലേ? നിങ്ങൾ പത്രം വായിക്കാറില്ലേ? ചാനൽ വാർത്ത ഒന്നും കാണാറില്ലേ? നിങ്ങൾ കോൺഗ്രസിനെ വിഴുങ്ങിയെന്ന്. കോൺഗ്രസിനെ വിഴുങ്ങിയെങ്കിൽ അവിടെയൊക്കെ BJPക്കെതിരെ മത്സരിക്കാൻ കോൺഗ്രസിന് മറ്റാളുകളുണ്ട്. പക്ഷെ നിങ്ങളെ വിഴുങ്ങിയ സംസ്ഥാനങ്ങളിൽ BJPക്കെതിരെ ഒന്ന് ശബ്ദം ഉയർത്താൻ പോലും നിങ്ങൾക്ക് ആരുമില്ല. ഈ ബംഗാളിൽ തന്നെ
തൃണമൂൽ കോൺഗ്രസിനെതിരെ മമതാ ബാനർജിക്കെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് BJP-യുമായിട്ട് സഖ്യം ചേർന്ന് ഒന്നിച്ച് റാലി നടത്തി സഖ്യം ചേർന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിയ പാർട്ടിയാണ് CPM. പഴയ കാര്യമൊന്നല്ല, ഇപ്പോ ആനുകാലിക കാര്യമാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നു. ഇനി നിങ്ങളുടെ ഇടുക്കിയിലെ മുൻ MLA രാജേന്ദ്രനെ ആദ്യം പിടിച്ചെടുത്താനുള്ള ശ്രമം നടത്തുക, എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പറയും നിങ്ങൾ BJP-യെ പിടിച്ചെടുത്തെന്ന് പ്രകാശ് മാസ്റ്റർ പറഞ്ഞ് ക്ലിഫ് ഹൗസിൽ വന്ന് മുള്ളുന്ന മരപ്പട്ടിയെ പിടിച്ചെടുത്താൻ പറ്റാത്ത ആളുകളാ BJP-യെ പിടിച്ചെടുത്താൻ പോണേ കേരളത്തിൽ. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ എല്ലിംഗ് കഷ്ണത്തിന് വേണ്ടിയിട്ട് BJP-യുടെ മുമ്പിൽ കൈകൂപ്പി മുട്ടിലെഴയുന്നത് പിണറായി വിജയനാണ്. കേരളത്തിൽ പിണറായി വിജയനാണ് ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സംഘപരിവാറിന്റെ വോട്ട് വാങ്ങി ജയിച്ചത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ ഞങ്ങളെ കഥയൊന്നും പറയിപ്പിക്കരുത്. മുഴുവൻ കഥയും പറഞ്ഞ് നമ്മൾ ഇതൊന്നും വായിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ പാർട്ടി മാറുന്ന നേതാക്കന്മാരല്ല. അത് ഒറ്റ വിഷയം കൂടി, ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട പാർട്ടി മാറുന്ന നേതാക്കന്മാരല്ല, അതിലേക്ക് ചുരുക്കാൻ ആഗ്രഹിക്കുന്നത് CPM-ഉം BJP-യാ. ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെതിരെയാ, ഈ ആളുകളെ ഇതുപോലെ ദ്രോഹിക്കുന്നതിനെതിരെയാ. അതാണ് ഞങ്ങളുടെ അജണ്ട, അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ശ്രീ പ്രകാശ് മാസ്റ്റർ, അങ്ങനെ കൊള്ളാവുന്ന ഒരു നേതാവുണ്ടോ ദേശീയ രാഷ്ട്രീയത്തിൽ? നിങ്ങളിൽ നിന്ന് എടുക്കാൻ, വഴിയിൽ കിടക്കുന്നവരെ എടുത്തുകൊണ്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് BJP-യുടെ പ്രതിനിധി. കോൺഗ്രസിനെ വിഴുങ്ങുന്നു എന്ന് അങ്ങ് പറഞ്ഞ കാര്യത്തോട് പ്രതികരിച്ചത്. നിങ്ങളെ വിഴുങ്ങിയ സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് ജിൻഡോ പറയുന്നത്. അങ്ങ് നേരത്തെ 11 മുഖ്യമന്ത്രിമാർ, 3 PCC അധ്യക്ഷന്മാർ, 200ഓളം MLA-മാർ എന്നൊക്കെ കണക്ക് പറഞ്ഞപ്പോൾ നിങ്ങളെ വിഴുങ്ങിയ സംസ്ഥാനങ്ങൾ ത്രിപുര അടക്കം, പശ്ചിമ ബംഗാൾ അടക്കം ചൂണ്ടിക്കാണിച്ച് ഓഫീസ് അടക്കം പോയില്ലേ, ചായം മാറ്റിയില്ലേ എന്ന് ജിൻഡോ ചോദിക്കുന്നു. അപ്പോൾ ഇത് ഒരു ദേശീയ പ്രവണതയാണ്. തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയല്ല പ്രധാനമെന്ന് PR ശിവശങ്കർ പറഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ തോറ്റയെടുത്ത് അധികാരം പിടിക്കാൻ BJP നടപ്പിലാക്കുന്ന കുറുക്കു വഴികളിൽ നിങ്ങളും ഇരയായിട്ടുണ്ട്, അവരും ഇരയായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം അവിടെ നിൽക്കുന്നത്. അങ്ങനെ BJP-ക്കെതിരെ ഒരു സ്ട്രെയിറ്റ് ഫൈറ്റിന്, നേരിട്ടുള്ള പോരാട്ടത്തിന് K. മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ വളരെ ഒരു ഷുവർ സീറ്റ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്നു. അത് അവിടെ ജയിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അദ്ദേഹം വെക്കുന്നു. ആ സമയത്ത് എന്തിനാണ് രാത്രിക്ക് രാത്രി പലായനം ചെയ്തു പോയി പേടിച്ചിട്ടോടി എന്നൊരു പരിഹാസമെന്ന് അങ്ങ് അതിന് മറുപടി പറഞ്ഞില്ല ആദ്യ ചോദ്യത്തിന്. ഇവിടെ എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ BJP നടപ്പാക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം കാണുകയല്ലേ. BJP ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായത്തിന് തുടക്കമിട്ട പാർട്ടിയാണ്. അവരെങ്ങനെ ആളുകൾ പിടിക്കുന്നത്? ഞാനീ പറഞ്ഞിരിക്കുന്ന 13 PCC പ്രസിഡന്റുമാരും അതുപോലെ തന്നെ 200ഓളം MP MLA-മാരും അതുപോലെ കോൺഗ്രസിൻ്റെ 13 മുഖ്യമന്ത്രിമാരും ഇവരൊന്നും പോയിരിക്കുന്നത് വെറുതെയല്ല. ഒന്നുകിൽ ഭീഷണി, അല്ലെങ്കിൽ പണം. ഇങ്ങനെ ആളുകളെ പണം കൊടുത്ത് വാങ്ങുക, അതുപോലെ ഭീഷണിപ്പെടുത്തി വഴങ്ങിക്കുക, ഇത്തരമൊരു നിലപാട് രാജ്യത്തിനകത്താകെ സ്വീകരിച്ചുകൊണ്ടാണ് BJP നിൽക്കുന്നത്. അത് തന്നെയാണ് രാജ്യത്ത് എവിടെ അവർ നടപ്പാക്കുന്നത്. അതിന് ഞാൻ പറയുന്ന കാര്യം, ഇതിപ്പോൾ ഈ പോയിരിക്കുന്നപ്പോൾ ഇവർ വളരെ പ്രധാനപ്പെട്ട PCC അധ്യക്ഷന്മാർ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ലോ. 3 പേര് സംസ്ഥാനം നയിച്ചവരാണ്. മുഖ്യമന്ത്രിമാരെന്ന് പറയുന്ന പിന്നെ പുതിയ ആളുകളല്ലല്ലോ. അവർ ഇന്ത്യ രാജ്യത്തിലെ 13 സ്റ്റേറ്റിലെ നയിച്ചവരാണ്. അവർ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അരുണാചൽ പ്രദേശ്, ഗോവ, മണിപ്പൂർ, അതുപോലെ കർണാടക, മധ്യപ്രദേശ്, ഇവിടങ്ങളെല്ലാം ജയിച്ച പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ആ ജയിച്ച പാർട്ടിയിലെ MLA-മാരെ വിലക്ക് വാങ്ങിച്ചിട്ട് അവിടെ കോൺഗ്രസിന്റെ അതേ മുഖ്യമന്ത്രിയെ BJP-യാക്കി എന്ന് പറഞ്ഞാൽ BJP-യും കോൺഗ്രസും എന്താ വ്യത്യാസം? അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ മാതൃഭൂമി എന്തിനാ ഈ പറയുന്ന തൃശ്ശൂരിൽ മത്സരം BJP-യും കോൺഗ്രസും തമ്മിലാണ് സ്ഥാപിക്കുന്നത്? ഈ കേരളത്തിൽ ഓരോ മണ്ഡലത്തിലും മത്സരം BJP-യും അതുപോലെ പിന്നെ ഏതെങ്കിലും പാർട്ടി തമ്മിലല്ല, UDF-ഉം LDF-ഉം തമ്മിലാണ്. തൃശ്ശൂരിലും അതെ, അവിടെ മത്സരം നടക്കുന്നത് UDF-ഉം LDF-ഉം തമ്മിലാണ്. പിന്നെ അവര് പലതും പറയും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറക്കാൻ ഉണ്ടായിരുന്നല്ലോ സ്ഥാനാർത്ഥി BJP-ക്ക്. 30 MLA-മാരെ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് ചെറിയ ആളല്ലല്ലോ, അഖിലേന്ത്യാ നേതാവല്ലേ. ഈ കേരളം വേണമെങ്കിൽ നിങ്ങൾ ഭരിക്കും എന്ന് പറഞ്ഞ ആരാ? BJP അല്ലേ. അവർക്ക് ഒറ്റ കാര്യമുള്ള കേരളത്തില്. അവർ വിചാരിക്കുന്നത് ഈ പല്ലിയാണ് കേരളത്തിന്റെ ഉത്തരം താങ്ങുന്നതെന്നാണ്. അതല്ല എന്നുള്ളത് കേരളം അറിയുന്ന എല്ലാവർക്കും അറിയാം. അവിടെ തൃശ്ശൂരിൽ മത്സരം BJP-യും കോൺഗ്രസ് തമ്മിലൊന്നും അല്ല, LDF UDF തമ്മിലാണ്. ഞങ്ങൾക്കതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മാതൃഭൂമി എന്തിനാണ് തൃശ്ശൂരിലെ മത്സരം BJP-യും കോൺഗ്രസും തമ്മിലാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? അങ്ങനെ ഒരു സ്ഥാപിക്കാനുള്ള ശ്രമവുമില്ല. BJP-യുടെ രാഷ്ട്രീയ നീക്കത്തിനെതിരെയാണ് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയത്. അപ്പോൾ അതൊരു പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെടലാണ്. അതിനെ മാത്രമാണ് സൂചിപ്പിച്ചത്. അല്ലാതെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ് ഇത്,
രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ് ഇത്, മൂന്നാം സ്ഥാനത്ത് CPM എന്നിവിടെ ആരും പറഞ്ഞില്ല. VS സുനിൽകുമാർ CPM-ന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിൽ. അത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെയൊക്കെ. അല്ലാതെ അങ്ങനെ ഒരു സ്ഥാപനവും ഇവിടെ ഇല്ല. ഞാൻ ചോദിക്കട്ടെ മാധു, ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോഴാണ് മുരളി അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത് എന്ന വസ്തുത നിങ്ങൾക്കറിയോ? ഇതിപ്പോ ആളുകൾക്ക് എങ്ങനെയും കാര്യങ്ങൾ പറയാം. ശൈലജ ടീച്ചർ വടകരയിൽ ജയിക്കുമെന്നുള്ള ആർക്കറിയാതിരിക്കുന്നത്? അതുകൊണ്ട് സുരക്ഷിതമായ ഒരു സീറ്റ് തേടിയാണ് മുരളി അങ്ങോട്ടേക്ക് പോയത് എന്ന് പറയാലോ. അതുകൊണ്ട് ഇവിടെ ഇപ്പോ പറയുവാണെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം ഇന്നലെ അല്ല പ്രഖ്യാപിച്ചത്. ഇന്നലെ ഈ ചോദ്യം K മുരളീധരൻ അഭിമുഖീകരിക്കുമ്പോൾ വടകരയിൽ നിന്ന് പോകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തിപരമായി രാവിലെ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പത്മജ വേണുഗോപാലിന്റെ ഈ പറയുന്ന രാഷ്ട്രീയ കൂറുമാറ്റം വലിയ തോതിൽ സജീവമാവുകയും കോൺഗ്രസ് അതിനൊരു മറുതന്ത്രം മെനയുകയും ചെയ്തപ്പോൾ വടകര ഉപേക്ഷിച്ച് തൃശ്ശൂരിൽ വരാനുള്ള പാർട്ടി തീരുമാനം ഏറ്റെടുക്കുകയാണ് താൻ എന്ന് തന്നെയാണ് K മുരളീധരൻ പറഞ്ഞത്. അതെങ്ങനെയാണ് KK ശൈലജയെ പേടിച്ചിട്ടുള്ള പോക്കാണ് എന്ന് CPM വിലയിരുത്തുന്നതെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അത് അഭിപ്രായ പ്രകടനമാണല്ലോ. അല്ല, കഴിഞ്ഞ ഒരു 10 ദിവസക്കാലമായിട്ട് KK ശൈലജ ടീച്ചർ മണ്ഡലത്തിലുണ്ടല്ലോ. അവരുടെ പര്യടനം കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർ കാണുന്നുണ്ടാവുമല്ലോ. ഒരു മണ്ഡലം എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ ഈ കഴിഞ്ഞ 10 ദിവസക്കാലം ധാരാളമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പരാജയം ഏറ്റുവാങ്ങുന്നതിനേക്കാൾ നല്ലത് ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിയിട്ട് തൃശ്ശൂരിലേക്ക് മാറുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം ആലോചിച്ച് കാണും. മറ്റല്ലാതെ ഞാൻ ചോദിക്കട്ടെ, കരുണാകരന്റെ കുടുംബത്തില് ഒരാൾ BJP-യിൽ പോയി എന്ന് പറയുന്ന ഇത്രയും വലിയ അപമാനം ഈ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ കുടുംബം ഏതാ? കരുണാകരന്റെ കുടുംബമല്ലേ? നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ലേ? ഈ കേരളത്തിലെ കോൺഗ്രസിന് ഇത്രയും വലിയ അപമാനം ഉണ്ടാക്കാൻ കരുണാകരന്റെ കുടുംബത്തിനല്ലാതെ ഒരാൾക്കാ സാധിക്കുക? എന്നിട്ട് അതിനോട് പടവെട്ടാൻ ഞാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരു തമാശയായിട്ട് മാത്രമേ ആളുകൾ പരിഗണിക്കുള്ളൂ. പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് AK ആന്റണിയുടെ മകനാണ്. ഇവിടെ ഒരു സ്ഥാനാർത്ഥിത്വം ഒന്നും കരുണാകരന്റെ കുടുംബത്തിൽ നിന്നുണ്ടായിട്ടില്ല. പാർട്ടി കൂറുമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന്റണിയുടെ മകൻ പോയപ്പോഴും CPM സമാനമായ ആരോപണമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പാർട്ടി രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പാരമ്പര്യമായി കിട്ടേണ്ട ഒന്നല്ലല്ലോ. അതായത് ഇപ്പം K മുരളീധരൻ തന്നെ കോൺഗ്രസിൽ K കരുണാകരന്റെ മകനായി പല സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പാർട്ടി രൂപീകരിച്ചു പോകുന്നു. തിരിച്ചു വരുന്ന കരുണാകരന്റെ മകൻ അല്ലെങ്കിൽ തിരിച്ചു വന്ന K മുരളീധരൻ പിന്നീട് വളർന്നും വളർത്തിയും ഉണ്ടാക്കിയതാണ് കോൺഗ്രസിൽ ഇപ്പോൾ അദ്ദേഹത്തിനുള്ള സ്ഥാനം അല്ല എന്ന് പറയാൻ കഴിയുമോ? അല്ലെ, മുരളീധരനെ പറ്റി ഇനി വ്യക്തിപരമായി ചർച്ച ചെയ്യാനൊന്നും ഞാനില്ല. ഞാൻ പറയുന്ന കാര്യം ഒറ്റയൊന്നേ ഉള്ളൂ. ഈ കേരളത്തിലെ ഏറ്റവും പ്രാമാണികനായ കോൺഗ്രസ് നേതാവ് ചരിത്രത്തിൽ കരുണാകരനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJP-ക്ക് റാഞ്ചാൻ കഴിഞ്ഞിരിക്കുന്നു. അത് കോൺഗ്രസ് കുടുംബത്തിന് കരുണാകരന്റെ കുടുംബത്തിന് ഉണ്ടാക്കപ്പെട്ട് കഴിഞ്ഞ ഏറ്റവും വലിയ ആഘാതമാണ്. ആ ആഘാതം ഞാൻ എന്തോ പ്രതിരോധത്തിൽ നിൽക്കുന്നു എന്ന് മുരളീധരൻ പറഞ്ഞാൽ ഇല്ലാതാവില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു നടത്തുള്ളൂ. കേരളത്തിലെ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ കരുണാകരന്റെ കുടുംബം ഇങ്ങനെ ചതിക്കാമോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ശിവശങ്കരനിലേക്കാണല്ലോ നമ്മുടെ ഒരു ഊഴമനുസരിച്ച് പോകേണ്ടത്. ശ്രീ PR ശിവശങ്കരൻ, അങ്ങനെ K കരുണാകരന്റെ അതായത് ഫ്ലെക്സ് ബോർഡിൽ K കരുണാകരന്റെ പടം BJP ഉപയോഗിച്ചിട്ടുണ്ട്. K കരുണാകരനെ കാവ്യ പുതപ്പിക്കാൻ, അദ്ദേഹത്തിന്റെ ആത്മാവിനെ പോലും കാവ്യ പുതപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കോൺഗ്രസ് വളരെ രൂക്ഷമായതിനോട് പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ K കരുണാകരന്റെ ഓർമ്മയ്ക്ക് മുകളിൽ അദ്ദേഹം BJP എന്ന് പോലുമല്ല സംഘികൾ എന്ന് തന്നെയാണ് പറയുന്നത്. കയറി നിരങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് K മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളുണ്ട്, അമിത്ഷായും നരേന്ദ്രമോദിയും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം ഇതിനു മുൻപ് വഹിച്ചിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. K കരുണാകരന്റെ ചിത്രമുണ്ടെങ്കിലേ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയൊന്നുമില്ല മാധു. ഇപ്പോൾ K കരുണാകരൻ്റെ ഫാൻസ് ഒരുപാട് തൃശ്ശൂർ മാത്രമല്ല എറണാകുളത്തും ഒക്കെ ചേർന്നിട്ടുണ്ട്. ഒരുപാട് ഫാൻസ് BJP ചേർന്നിട്ടുണ്ട്. അവർക്ക് കരുണാകരൻ പോയതിന് ശേഷം മുന്നോട്ട് വയ്ക്കുവാനായിട്ട് അവരെ നയിക്കുവാനായിട്ട് ഒരാളില്ല കോൺഗ്രസ്സിൽ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് പേര് BJP ചേർന്നിട്ടുണ്ട്. അവർക്ക് കരുണാകരനോട് സ്നേഹം ഉണ്ടായിരുന്നു, അത് ശരിയാണ്. അതുകൊണ്ട് അവരൊക്കെ ചിലപ്പോൾ പുറത്തു വന്നിട്ടുണ്ടാകും. ഞാൻ മറ്റൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അത് ചില പ്രവർത്തകർ ചെയ്തിട്ടുണ്ടാകും, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിവിടെ പ്രതാപനെക്കുറിച്ച് പറഞ്ഞ കാര്യം ഓർത്തിട്ടാണ് ചിരി വന്ന്. ജയിച്ചപ്പോൾ തന്നെ പ്രതാപൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നു, സീറ്റ് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. ത്യാഗത്തിൻ്റെ മൂർത്തിമത് ഭാവമായി അദ്ദേഹം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നു.
കൊടുക്കുന്നു, മുരളീധരനെ ചെയ്തു കൊടുക്കുന്നു. പക്ഷേ പോസ്റ്റർ അടിക്കും, പേരെഴുതി വെക്കും, IT സെല്ലിന് 3 ലക്ഷം രൂപ നൽകിയിട്ട് പശുവിനെ കുളിപ്പിക്കുന്നു, പട്ടിയെ കുളിപ്പിക്കുന്നു, രാവിലെ എഴുന്നേറ്റ് നടക്കുന്നു, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിക്കുന്നു. പക്ഷേ എനിക്ക് സീറ്റ് വേണ്ട എന്ന് അദ്ദേഹം 1.5 വർഷം മുമ്പോ 6 മാസം മുമ്പോ പറഞ്ഞു എന്ന് പറയുന്നു. ഇത് ആരെ വിശ്വസിപ്പിക്കാനാണ്? നിവർത്തി കേടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോയ പ്രധാന കണ്ട ആളുകളും കോൺഗ്രസിലുണ്ട്. കോൺഗ്രസിൽ നിന്ന് പല ഇൻഫർമേഷൻ ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ എങ്ങനെ വരുന്നുള്ളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ മുരളീധരനെ കുറിച്ച് പറഞ്ഞ് ഇവർ എന്തോ നേമത്ത് എന്തോ കാണിച്ചു. നേമത്ത് 3ാമതായിരുന്നു, അട്ടിമറിക്കാൻ പോയതാണ്. എത്ര വോട്ടാണ് കിട്ടിയത്? ഏതാണ്ട് 35,000 വോട്ട് ആണ് കിട്ടിയത്. BJPക്ക് 51,000, 25% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നേമത്ത് പോയിട്ട് നിങ്ങൾ എന്ത് മറിച്ചു നീ പറയണത്? ജനങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയില്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, മുരളീധരൻ മഹാനായ നേതാവാണ്. KPCCയുടെ നേതാവായി സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുരളീധരൻ അതിനുശേഷം 2 പാർട്ടിയുടെയും കൂടി സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നത്. DCPയുടെയും അതുപോലെ തന്നെ NCPയുടെയും. എല്ലായിടത്തും പോയാൽ സംസ്ഥാന പ്രസിഡന്റായിരിക്കും. സംസ്ഥാന പ്രസിഡന്റ് കുറഞ്ഞ ഒരു കളി പുള്ളിക്കില്ല. അതുകൊണ്ട് KPCCന്ന് പോയി DCP സ്വന്തം പാർട്ടി ഉണ്ടാക്കി, അവിടെ സംസ്ഥാന പ്രസിഡന്റ്. കുറച്ചാൾ NCP പോയി, അവിടെ സംസ്ഥാന പ്രസിഡന്റ്. വീണ്ടും വരുന്നു, വീണ്ടും കോൺഗ്രസിൻ്റെ ശക്തനായ തേരാളി, എല്ലായിടത്തും മത്സരിക്കും. കോൺഗ്രസ്സുകാർക്കൊക്കെ വലിയ സന്തോഷമാണ് ഇത്തരത്തിൽ. പക്ഷേ പത്മജയ്ക്ക് അത്തരത്തിലുള്ള ചരിത്രമൊന്നുമില്ല. കോൺഗ്രസ്സിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കരുണാകരൻ്റെ ജീവിതത്തോടും കരുണാകരൻ്റെ സ്മാരകത്തോടും എല്ലാം കാണിക്കുന്ന നിരന്തരമായ വലിയ അവഹേളനം അത് സഹിച്ച് മടുത്തിട്ടാണ് ശ്രീ പത്മജ വേണുഗോപാൽ ഇങ്ങോട്ട് വന്നത്. അതിനൊരു ന്യായമുണ്ട്. മറ്റേതല്ല, നേരം വെളുക്കുമ്പോൾ ഓരോരോ രാഷ്ട്രീയ പാർട്ടി അപ്പോ കരുണാകരന്റെ രാഷ്ട്രീയത്തിന്റെ തെളിച്ചമുള്ള മാർഗത്തിലൂടെ, അങ്ങ് തന്നെ പറഞ്ഞതുപോലെ മാർഗത്തിലൂടെ കരുണാകരനൊപ്പം പോയ ആളാണ് മുരളീധരൻ. പിന്നെ നേമത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് മുരളീധരൻ ഉണ്ടാക്കിയ ഡാമേജ് എത്രത്തോളമാണ് എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്, കേരളത്തിലുള്ള രാഷ്ട്രീയത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇപ്പോൾ അദ്ദേഹം ജയിച്ചില്ല എന്നുള്ളത് കൊണ്ട് അതിനെ മറക്കാനൊന്നും കഴിയുന്ന ഒന്നല്ല. പിന്നെ വേറൊരു കാര്യം, ശ്രീ PR ശിവശങ്കരൻ, അതായത് ഒരു മിനിറ്റ്, കരുണാകരന്റെ ചിത്രം ഫ്ലെക്സ് ബോർഡിൽ വെക്കുന്നുണ്ട് എങ്കിൽ കരുണാകരന് കിട്ടുന്ന വോട്ടിനെയാണ്, അദ്ദേഹത്തിന്റെ അണികളെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, പത്മജ വേണുഗോപാലിനെ അല്ല. പത്മജ വേണുഗോപാൽ വരുമ്പോൾ, നിങ്ങൾക്കൊപ്പം വരുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മകൾ, കരുണാകരന്റെ ഓർമ്മകൾ, നിങ്ങൾ തന്നെ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ പറയുന്നു. പക്ഷേ പത്മജ വേണുഗോപാൽ ആരാണ് എന്നതിന്റെ അങ്ങ് തന്നെ തുടക്കത്തിൽ പറഞ്ഞു. ആന്റണിയുടെ മകൻ വന്നു, കരുണാകരന്റെ മകൾ വന്നു. അപ്പോ നിങ്ങൾക്ക് ആ ലെഗസിയാണ് ആവശ്യം, നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെ, അല്ലാതെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയല്ല. അല്ല, ഓരോ വ്യക്തികളും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവരുടെ ലെഗസി വരും, സ്വാഭാവികമാണ്. അവർക്ക് അവരുടെ അച്ഛനെ മാറ്റാൻ പറ്റുമോ? പിതാവിനെ മാറ്റാൻ പറ്റുമോ? അവരുടെ കുടുംബ ചരിത്രം മാറ്റാൻ പറ്റുമോ? ഇനിയിങ്ങനെ പത്മജ വേണുഗോപാലിൻ്റെ വീട്ടിൽ നിന്ന് ശ്രീ കരുണാകരൻ്റെ ഫോട്ടോ മാറ്റി വയ്ക്കാൻ പറയുമോ നിങ്ങൾ? അപ്പോൾ അതൊന്നും പറ്റില്ല. ഒരു വ്യക്തി വരുമ്പോൾ അവരുടെ ലെഗസി വരും, അവരുടെ പൈതൃകം വരും, അത് സ്വാഭാവികമാണ്. അത് മാറ്റി വെച്ചിട്ട് വരൂ എന്ന് പറയാൻ പറ്റുമോ? ജിൻഡോ പറയണ കേട്ടതൊന്നും പൈതൃകത്തിനെതിരെയാണെന്ന്. നെഹ്റുവിൻ്റെ പോയിട്ട് ഒരു ബന്ധമില്ലാത്ത ഗാന്ധിയുടെ പൈതൃകം വരെ ഏറ്റുപാടി നടക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഞാനത് കൂടുതൽ പറയുന്നില്ല, കാരണം കൂടുതൽ പറഞ്ഞാൽ വെറുതെ അവർ വലുതായിപ്പോവും. അത് കാരണം ഞാൻ പറയുന്നില്ല. എനിക്ക് മാഷയുടെ അടുത്ത പ്രയോഗം ഇഷ്ടമായത്, CPMലേക്ക് ആരെങ്കിലും വന്നാൽ, കോൺഗ്രസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് പണം മേടിച്ചിട്ടല്ല, അത് EDയെ പേടിച്ചിട്ടല്ല, അത് പോസ്റ്റിന് വേണ്ടിയിട്ടല്ല, അത് ആദർശപരമായി ദാസ് ക്യാപിറ്റലും അതുപോലെ തന്നെ മാർക്സിയൻ തിയറിയെല്ലാം പഠിച്ചിട്ടാണ് അവർ ഓരോ പാർട്ടിയിൽ നിന്നും CPMലേക്ക് വരുന്നത്. പക്ഷേ BJPയിലേക്ക് കോൺഗ്രസ് പോയാൽ അത് പണത്തിന് വേണ്ടിയിട്ടാണ്, അത് വലിയ രാഷ്ട്രീയമായ മുതലെടുപ്പാണ്. ഇപ്പം ഇവർ ചെയ്യുന്നത് രാഷ്ട്രീയമായി വലിയ രീതിയിലുള്ള ഹോൾസെയിൽ കച്ചവടമല്ലേ? CPM ചെയ്യുന്നത് ഹോൾസെയിൽ കച്ചവടമല്ലേ? ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്? പ്രധാനമന്ത്രിയായിട്ട് ഇവരാരെ മുന്നിൽ വയ്ക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവരാരെ മുന്നോട്ട് വയ്ക്കുന്നത്? അപ്പോൾ CPM ആണ് ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കുന്നത്. രാഷ്ട്രീയമായ ഹോൾസെയിൽ കച്ചവടം ഇവിടുത്തെ MP മാരെ സൃഷ്ടിച്ചുകൊണ്ട് ആ MP മാരെ മുഴുവൻ പോയി കോൺഗ്രസിൻ്റെ AICC ഓഫീസിൽ കൊണ്ട് പണയം വെക്കുന്ന, വെറും പണയപ്പെടുത്തുന്ന ആളുകളാക്കി ഇവർ മാറ്റിയില്ലേ? AICC ഓഫീസ് തുറക്കുന്നതും അടയ്ക്കുന്നത് പോലും ഇന്ന് CPMൻ്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി അല്ലേ? യെച്ചൂരി വരാണ്ട് AICCയുടെ ഓഫീസ് തുറക്കുമോ? മുഴുവൻ സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുന്നത് യെച്ചൂരി അല്ലേ? സംസ്ഥാനം വിട്ടു കഴിഞ്ഞാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും യെച്ചൂരിയും കോൺഗ്രസിന്റെ നേതാക്കളും അതുമല്ലെങ്കിൽ രാഹുൽ
പറയുന്നത് ഹോൾസെയിൽ കച്ചവടം എന്ന് പറയുമ്പോൾ ബിജെപിയുടെ ഇവരല്ലേ ഒരുമിച്ച് നടക്കണേ? എന്നിട്ട് കേരളത്തിൽ നിന്ന് MP-മാരെ വിജയിച്ചു കൊണ്ടുപോയി അവിടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാക്കുവാൻ നടക്കുന്ന ആളുകൾ പറയാണ് ഞങ്ങളും BJP-യുടെ കച്ചവടം. ജനങ്ങൾക്ക് മനസ്സിലാകും. ജനങ്ങൾ രാഷ്ട്രീയം പഠിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെയും അതുപോലെ ചാനലുകളും ന്യൂസ് പേപ്പറുകളും വായിക്കുന്നുണ്ട് ശ്രീ ഗോവിന്ദ്ജി. അതൊരു സംശയവുമില്ല, ഗോവിന്ദ മാസ്റ്റർക്കൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് കുറെ LDF-ന് MP-മാരെ ഉണ്ടാക്കി അത് ഹോൾസെയിൽ കച്ചവടം അവിടെ കൊണ്ട് നടത്തി ആ പണവും പറ്റി ലെവിയും പറ്റി നിങ്ങളൊരു JDS കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഇവിടെ ഒരു നേതൃത്വം, അവിടെ ഒരു നേതൃത്വം, നിങ്ങളുമായാണ് അവിടെ മുന്നണി പങ്കിടുന്നത്. അപ്പോ ഇവിടെ പക്ഷെ ആ കച്ചവടം നടക്കുന്നില്ലല്ലോ. ദേശീയ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ വേറെയാണ് എന്നുള്ളതാണ് അന്നൊക്കെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പരൽമീനെ കുറിച്ച് പറയുകയാണ്. ചെറിയ രണ്ടും ജീവിക്കുന്നത് ജലത്തിലാണല്ലോ. ഈ പറയുന്ന രാഷ്ട്രീയത്തിലാണല്ലോ ഈ കളിയെല്ലാം. ചെറിയ കളിയാണെങ്കിലും വലിയ കളിയാണെങ്കിലും ഒക്കെ JDS-നെ CPM-നും ഒരേ ത്രാസിലിട്ട് തൂക്കുകയാണോ? രാഷ്ട്രീയത്തിലല്ലേ പ്രവർത്തിക്കുന്നത്? ജനങ്ങൾ ചെയ്യുന്ന വോട്ടല്ലേ? ജനങ്ങളോട് സംവദിച്ചല്ലേ അല്ലെ? ഒരു ഇലക്ഷൻ കമ്മീഷന് കീഴിലല്ലേ പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്നത്? പക്ഷെ ഇന്ത്യ മുന്നണിയെ പോലെ JDS അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഒപ്പമാണ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാൻ ധൈര്യമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പറയാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രകാശ് മാസ്റ്റർ കേട്ടല്ലോ അല്ലെ? ഇടവേളയ്ക്ക് ശേഷം വരാം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ജിൻഡോ, അപ്പോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തീർച്ചയായും ഹൈക്കമാൻഡ് അടക്കം നിങ്ങളുടെ പല തലങ്ങളിൽ ചർച്ച ചെയ്തുണ്ടാകുന്ന സ്ഥാനാർത്ഥികളാണ്. പക്ഷേ ആലപ്പുഴയിൽ KC വേണുഗോപാൽ തന്നെയാണ് സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് ഇപ്പോൾ രാജ്യസഭാ MP എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. അദ്ദേഹം വരുന്ന സമയത്ത് രാജസ്ഥാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയതാണ്. അവിടെ ഇനി നിങ്ങൾക്കൊരു MP-യെ വിജയിച്ചെടുക്കാൻ കഴിയുമോ എന്നറിയില്ല. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായ ലാഭം മാത്രമല്ല രാഷ്ട്രീയമായ നഷ്ടം കൂടി ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഏത് രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത്? അതോ തീരുമാനിക്കുന്നത് KC വേണുഗോപാലിന് അപ്രമാദിത്വമുള്ളൊരു ഫോറത്തിലായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണോ? മധു, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ അടുത്ത 5 വർഷത്തെ മാൻഡേറ്റ് ആർക്ക് കിട്ടണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാരിനെ, BJP സർക്കാരിനെ താഴെ ഇറക്കി നിർത്തേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് പരമാവധി സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതിന് രണ്ടാമതൊരു ആലോചന ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പരമാവധി MP-മാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തുന്നതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി. ഇനി CPM-ന്റെ നേതാവ് ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. കോൺഗ്രസിൽ നിന്ന് പോകുന്ന ഒരു പണവും മറ്റു പാർട്ടികളിൽ നിന്ന് പോകുന്ന ഒരു പണവും ഭീഷണിയും ഒക്കെ നേരിട്ടത് കൊണ്ടാണ് പോകുന്നത്, പണം വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്, അത് CPM-കാരിൽ നിന്ന് പോയത് അങ്ങനെയൊക്കെയാണ് എന്ന്. ഈ ഒരു കണ്ടീഷൻ, നിങ്ങൾ ഈ പറഞ്ഞ സിദ്ധാന്തം കോൺഗ്രസ്സുകാർക്കും ആപ്ലിക്കബിൾ ആണല്ലോ. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് പോയ ആളുകൾ ഇതുപോലെ ED-യെ പേടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ CBI അന്വേഷണം വന്നതുകൊണ്ടോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ പണം വാങ്ങിക്കൊണ്ടോ ഒക്കെ പോകുന്ന, ഇത് CPM-കാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേക നിയമമൊന്നുമല്ല. ഇന്ത്യയിൽ BJP കേന്ദ്രഭരണത്തിൽ വന്നതിന് ശേഷം മുഴുവൻ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും, ഉദാഹരണത്തിന് മമതാ ബാനർജിയുടെ പാർട്ടിയിൽ നിന്ന് പോലും ബംഗാളിൽ നിന്ന് പോലും BJP-ലേക്ക് ആളുകൾ പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്, MLA-മാരും MP-മാരും. അപ്പോൾ ആരെങ്കിലും കൂറുമാറിയതിന്റെ പേരിൽ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ നിങ്ങൾ നോക്കരുത്. പിന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സത്യസന്ധതയെക്കുറിച്ചിട്ട് ആത്മാർത്ഥതയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മാഷെ നിങ്ങൾ ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞ് കോൺഗ്രസിന്റെ തിണ്ണയിൽ വന്നിരിക്കാൻ നോക്കുന്നത്? നിങ്ങൾക്ക് കോൺഗ്രസിന് ഇത്ര വലിയ ആക്ഷേപവും സംശയവുമാണെങ്കിൽ നിങ്ങൾ മാറി നിൽക്ക്. നിങ്ങൾ തമിഴ്നാട്ടിൽ ഞങ്ങളോടൊപ്പം മത്സരിക്കേണ്ട, നിങ്ങൾ ബംഗാളിൽ ഞങ്ങളോടൊപ്പം മത്സരിക്കേണ്ട, നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഞങ്ങളോടൊപ്പം മത്സരിക്കേണ്ടെന്നേ. നിങ്ങൾ കേരളത്തിൽ ഒരു വർത്തമാനവും പറയും, മറ്റു സ്ഥലത്ത് മറ്റു വർത്തമാനം പറയും. ഈ ഉപദേശവും ഊഞ്ഞാലാട്ടവും ഒന്നിച്ച് നടത്തുന്ന പരിപാടി ശരിയല്ല. ഈ കേരളത്തിൽ പറയുന്ന അതേ സ്ട്രാറ്റജി തന്നെ മറ്റു സ്ഥലത്ത് നിങ്ങൾക്ക് പറയാൻ വേണ്ടേ? കോൺഗ്രസ് മോശപ്പെട്ടതാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കൊടിയും തൂക്കി പിടിച്ചുകൊണ്ട് ബംഗാളിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്? അതിനൊരു മറുപടി നിങ്ങൾ കേരളത്തിലെ ആളുകളോട് പറയണ്ടേ? പിന്നെ മുരളി മാറിയത് വടകരയിൽ നിന്ന് ശൈലജയെ പേടിച്ചിട്ടാണെന്ന്. ഏത് ശൈലജയാണ് മാധു മുരളി പേടിക്കേണ്ടത്? TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ കുഞ്ഞനന്ദനെ പുകഴ്ത്തിയ ശൈലജയോ, അല്ലെങ്കിൽ TP കേസിലെ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പാർട്ടി പിന്തുണ നൽകിയ ശൈലജയോ, അല്ലെങ്കിൽ PP കിറ്റിൽ 1000 കോടി രൂപയുടെ അഴിമതി നടത്തിയ ശൈലജയോ, ലോകായുക്ത കേസ് നേരിടുന്ന ശൈലജയോ, അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിൽ ഉന്നയിക്കാം. ജിൻഡോ, എനിക്ക് വളരെ കുറച്ച് പെട്ടെന്ന് പൂർത്തിയാകട്ടെ.
സ്വന്തം മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ സാഹചര്യത്തിനനുസരിച്ച് പ്രസംഗിക്കാൻ അറിയാത്ത ആളെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ശൈലജയെ മുരളീധരൻ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാദത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല ഞങ്ങൾ. പിന്നെ കോൺഗ്രസ്സുകാരെ റാഞ്ചി എന്ന് പ്രകാശ് മാസ്റ്റർ പറയുമ്പോൾ BJP കേരളത്തിൽ റാഞ്ചിയ ഏറ്റവും വലിയ ആളാരാണെന്നറിയോ? പിണറായി വിജയനാണ്. എക്സാലോജിക്കാണ് ഉദാഹരണം. അതുകൊണ്ടാണ് കർണാടകയിൽ BJPയുടെ ഒപ്പമുള്ള ദള്ള് ഇവിടെ നിങ്ങളുടെ ഒപ്പം മന്ത്രിസഭയിൽ ഇരിക്കുന്നത്. NCPയുടെ അജിത് പവാറിന്റെ പാർട്ടി, അവരുടെ ചിഹ്നവും പേരും ഉപയോഗിക്കുന്ന പാർട്ടി നിങ്ങളോടൊപ്പം മന്ത്രിസഭയിൽ ഇരിക്കുന്നത്. ഇതിനൊന്നും ഒരു അഭിപ്രായം പറയാതെ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വരരുത്. പിന്നെ ഈ വിശ്വനാഥ മേനോനും അബ്ദുള്ള കുട്ടിയും അൽഫോൺസ് കണ്ണന്തോനൊക്കെ നിങ്ങളുടെ ആളുകളായിരുന്നു, ജയിച്ച ജനപ്രതിനിധികളായിരുന്നു. വിശ്വനാഥ മേനോൻ നിങ്ങളുടെ ധനകാര്യമന്ത്രിയായിരുന്നു. ഈ പത്മജ വേണുഗോപാൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലെന്നേ. അങ്ങനെ ഒരാൾ പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്കില്ലാത്ത ആശങ്ക നിങ്ങൾക്ക് എന്തിനാ? പിന്നെ BJPക്കാര്, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് BJPക്ക് തന്നെ വാങ്ങാൻ നോക്ക്. അപ്പൊ CPM കൂടെ ജയിക്കില്ല, BJPയും ജയിക്കില്ല. നിങ്ങൾ വോട്ട് മറിച്ച് CPMനെ രക്ഷപ്പെടുത്തി അങ്ങനെ കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്ട്രാറ്റജി ഒന്നും നടക്കാറില്ല. ആളുകൾക്ക് ഇതെല്ലാം അറിയാം. ഇവിടെ BJPയും CPMഉം പിണറായി വിജയനും നരേന്ദ്രമോദിയും ഒന്നര മിനിറ്റേ ഉള്ളൂ. പ്രകാശ് മാഷിലേക്ക് പോകണം. അദ്ദേഹത്തിനോട് നേരിട്ട് ശ്രീ PR ശിവശങ്കരൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ പ്രകാശ് മാസ്റ്റർ, PR ശിവശങ്കരൻ പറഞ്ഞ കാര്യത്തിന് അങ്ങേക്ക് മറുപടി പറയുകയുമാകാം. മറ്റൊന്ന്, കേരളത്തിൽ, അതായത് ഇപ്പൊ അങ്ങ് ആദ്യം തന്നെ പറഞ്ഞു തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് പറയേണ്ടതില്ല എന്ന്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ പ്രതാപന് വലിയ തോതിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ. അവിടേക്ക് K മുരളീധരൻ വരുമ്പോൾ അദ്ദേഹത്തിന് അത് അങ്ങനെ തന്നെ ഒരു എൻ ബ്ലോക്കായി സമാഹരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട്. സുനിൽകുമാറിന് തൃശ്ശൂരുള്ള സാധ്യതയെ കൂടി. സുനിൽകുമാർ സാർവത്രികമായി അംഗീകാരമുള്ളൊരു കാൻഡിഡേറ്റ് ആണ് എന്നുള്ളത് ഈ കഴിഞ്ഞ ഒരാഴ്ച സുനിൽകുമാറിൻ്റെ കൂടെ സഞ്ചരിച്ച് ആർക്കും ബോധ്യം വരും. പിന്നെ ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കാനൊന്നും മുരളീധരനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ കഴിയാത്തതുകൊണ്ടല്ല, പക്ഷേ അത് മാന്യതയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ശൈലജ ടീച്ചറെ ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്തെല്ലാം കറി ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്നെല്ലാം തന്നെ ഈ അഗ്നിയിൽ നിന്ന് തെളിഞ്ഞു വരുന്ന സ്വർണത്തെ പോലെ അവർ തെളിഞ്ഞു വരുമെന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ കോൺഗ്രസ് ജയിച്ചിട്ടെന്താണ് കാര്യം എന്നുള്ളത് ഞങ്ങൾ ചോദിക്കുന്ന വെറുതെ അല്ല. ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാരനല്ലോ. അരുണാചൽ പ്രദേശിൽ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും 43 കോൺഗ്രസിന്റെ MLA-മാരെയല്ലേ BJP റാഞ്ച് ചെയ്ത്. മധ്യപ്രദേശിൽ 23 MLA-മാരെയല്ലേ റാഞ്ച് ചെയ്ത്. കർണാടകത്തിൽ 17 പേര്, പുതുച്ചേരിയിൽ 4 പേര്, ഗോവയിൽ 13 പേര്. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു പാർട്ടിയാണോ? നിങ്ങളുടെ മൊത്തം MLA-മാരെ അകത്തിന് വിലക്കെടുക്കൽ ഇവിടെ നിൽക്കുകയല്ലേ BJPക്കാര്? ഈ പിന്നെ മാംസം തൂക്കിയെടുക്കാൻ നിൽക്കുന്ന ഷൈലോക്കിനെ പോലെ. അപ്പോൾ കൂട്ടത്തോടെ പോകില്ലേ കോൺഗ്രസ്? കോൺഗ്രസ് മാന്യമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുമോ? ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ വേണ്ടി കഴിയും? നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞെന്താ? കോൺഗ്രസിന് ഈ കേരളത്തിൽ ഓരോ നിലക്കും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇനി എത്ര പേർ പോകില്ല എന്ന് ആർക്ക് പറയാൻ വേണ്ടി കഴിയും? കോൺഗ്രസിന് വിശ്വസിക്കാൻ വേണ്ടി കഴിയാത്തൊരു നില വന്നിരിക്കുന്നു എന്നുള്ളത് കേരളത്തിന് കൂടി അനുഭവമാണ്. നിങ്ങൾക്ക് എത്ര വലിയ ആഘാതമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾ നേതാക്കന്മാർ പറയും. ശരി ശരി. എന്നാലും 2 ദിവസം മുൻപ് വരെ വളരെ പ്രതീക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ കളമായിരുന്നില്ല കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ 2 ദിവസം കൊണ്ട് പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശവും K മുരളീധരന്റെ തൃശ്ശൂരിലേക്കുള്ള സ്ഥാനാർത്ഥിത്വവും അടക്കം കേരള രാഷ്ട്രീയം വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ടുണ്ട്. വലിയ തോതിലുള്ള രാഷ്ട്രീയ വാഗ്വാദങ്ങൾ വന്നും തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കടുത്ത രാഷ്ട്രീയ പോരിന് കേരളം കാത്തിരിക്കുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നത് വ്യക്തമാവുകയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.